എല്ലാവർക്കും ജോണി സ്പാർക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സംഭവങ്ങളാണ്. വീട്ടിൽ കയറി അയൽപ്പക്കക്കാരൻ 3 പേരെയും കൊന്ന് ഒരാളെ അരജീവനാക്കി കൂളായി ബൈക്ക് എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. മറുഭാഗത്ത് പോലീസിന്റെ കാല് പിടിച്ചിട്ടും അവർ സംരക്ഷണം ഒരുക്കാത്തത് കൊണ്ട് 2 പെൺകുട്ടികളെ അനാഥരാക്കിക്കൊണ്ട് അപ്പനെയും അമ്മയും അമ്മുമ്മയും വെട്ടിക്കൊന്ന അയൽപ്പക്കക്കാരൻ. അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് 20 വയസ്സായ പെൺകുട്ടിയെ ഒരു കഞ്ചാവിന് അടിമയായ ആൾ വന്ന് കെട്ടിയിട്ട് പീഡിപ്പിച്ചു കൊല്ലുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനുമായി ഗർഭിണിയാകുന്നു. ഏറ്റവും അവസാനം നമ്മൾ കേട്ടത് 90 കഴിഞ്ഞ അച്ഛനെയും അമ്മയും മകൻ വീട്ടിലിട്ട് കൊന്നു എന്നതും, ഒമറ്റ് ചെയ്യാനായി ബസ്സിൽ തലവെളിയിലിട്ട സ്ത്രീയുടെ തല ലോറി ഇടിച്ച് ചിതറിപ്പോയതും, ബസ്സിൽ കൈ പുറത്തിട്ട വ്യക്തിയുടെ കൈ പോസ്റ്റ് അടിച്ച് അറ്റുപോയതും, സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് കുറ്റപ്പെടുത്തിയതിനും ഇതിനെ ചൊല്ലി പീഡിപ്പിച്ചതും കാരണം യുവതി തൂങ്ങി മരിച്ചതും, അതുപോലെ സ്ത്രീധനം കുറഞ്ഞുപോയെന്നുള്ള പീഡനവും കാരണം ആത്മഹത്യ ചെയ്തവരും, ഭാര്യയുടെയും ഭർത്താവിന്റെയും അവിഹിതങ്ങളും, ഭർത്താവിനെ കൊല ചെയ്യുന്ന ഭാര്യ, ഭാര്യയെ കൊല ചെയ്യുന്ന ഭർത്താവ്, അച്ഛനമ്മയെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അച്ഛനും അമ്മയും, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, മതത്തിന് അടിമപ്പെട്ടവർ തുടങ്ങിയ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഇതിനെല്ലാം പുറമെ ഇതാ ഒരു പുതിയ ന്യൂസ് കൂടി. പുതുതായി കല്യാണം കഴിച്ച വ്യക്തി കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം ആയപ്പോൾ തന്നെ കെട്ടിയ പെണ്ണിനെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി നാടുവിട്ടു. അയാൾ നാടുവിട്ട ശേഷം ചെക്കന്റെ ബന്ധുക്കൾ പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നതും, എന്നാൽ പെണ്ണിന്റെ വീട്ടുകാർ ഇത് നിഷേധിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടുവരുന്നു. പെണ്ണിന്റെ വീട്ടുകാർ തങ്ങളെ ചതിച്ചെന്ന് പയ്യന്റെ വീട്ടുകാർ പറയുമ്പോൾ തങ്ങൾ ചതിച്ചിട്ടില്ല എന്ന് പെണ്ണിന്റെ വീട്ടുകാർ വാദിക്കുന്നു. പെണ്ണ് ട്രാൻസ്ജെൻഡർ അല്ലാന്ന് തന്നെ പെണ്ണിന്റെ വീട്ടുകാർ ഉറച്ചു നിൽക്കുന്നു. ഇതിനെതിരെ ചതിച്ചെന്ന് ആരോപിച്ച് പെണ്ണിന്റെ വീട്ടുകാർ പയ്യനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് അന്വേഷിച്ച പോലീസും പെണ്ണിനെ കണ്ടാൽ ട്രാൻസ്ജെൻഡർ അല്ലെന്നാണ് പറയുന്നത്. ഇനി എന്ത് നടക്കും? വിദേശത്തേക്ക് പോയ പയ്യനെ പോലീസ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലെ നിഗൂഢത മാറണം എങ്കിൽ പയ്യൻ എന്തിനാണ് അവളെ കൊണ്ടുവിട്ടതെന്ന് പറയണം. അവൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പയ്യൻ പറഞ്ഞാൽ പിന്നെ ആ സ്ത്രീയെ മെഡിക്കൽ പരിശോധന കൂടി നടത്തുമ്പോൾ പയ്യൻ പറഞ്ഞത് സത്യമാണോ അല്ലേ എന്ന് നമുക്ക് തെളിയും. ഇവിടെ സത്യം ആരുടെ ഭാഗത്ത്? പയ്യനും പെണ്ണും കാര്യം വ്യക്തമാക്കിയാൽ തെറ്റ് ആരുടെ ഭാഗത്ത് എന്ന് അറിയാം. അവൾ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ പിന്നെ എന്തിന് അവൻ അവളെയും അവളുടെ വീട്ടുകാരെയും ചതിച്ച് നാടുവിട്ടു? അവൾ ട്രാൻസ്ജെൻഡർ എങ്കിൽ എന്തിന് അവനെ അവർ ചതിച്ചു? വരും ദിവസങ്ങളിൽ ഇതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് അറിയാം. ഇതേപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുകയും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.